ഷാജിയെ ചായക്കണ്ടേ എന്താ വർത്താനൊക്കെ ഇതിങ്ങനെ പണി മാത്രമേ ചായയും കഞ്ഞും തീരും കൂടി ഒന്നും വേണ്ടേ? എത്ര പഞ്ചായത്ത് ഇതൊക്കെ രാത് പിടിക്കേണ്ടത്. അല്ലാണ്ടപ്പോ നമ്മളിങ്ങനെ പെരുക്കുണ്ടായിട്ട് വലിയ ആയിരുന്നില്ലല്ലോ. അല്ലെ നമുക്ക് പന്തളി കാണാൻ പോവാ. പന്തളി കാണാൻ അല്ല, നല്ല സിനിമ ഓടുന്നുണ്ട്, നല്ല പടം ഉണ്ട്. പോയാൽ നമ്മള് ഇത് ഇട്ടാണ്ട് പോവല്ലേ? ഇവിടെ ഇട്ടാണ്ടോടെ പോവല്ലേ? ആ ചങ്ങ എപ്പോഴാ വരുന്ന മുതലാളിയായി? അതും ആള് വരുമ്പോ ഇവിടെ കാണണം നമ്മളെ. അത് വരുമ്പോ കാണാൻ പറയാ. എന്താ സുബ്രഹ്മണ്യയുടെ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല? എന്താ നിങ്ങൾ ഇത് അടുത്ത ആഴ്ച കൊടുക്കേണ്ടതാണ്? നിങ്ങളെന്താ തീർക്കാത്ത? രണ്ടാണ് കളിച്ചോണ്ടിരിക്കന്നെ. ഇത് മെഷീനല്ല, ഇത് കൈകൊണ്ട് പഴുത്താണ് സംഭവമാണെങ്കിൽ. ഇത് കൈയിട്ട് ഇങ്ങനെ തിരുമുന്ന പണിയല്ലല്ലോ ആശുപത്രി അറിയണേ. സുബ്രഹ്മണ്യയുടെ ചീത്ത പറയല്ല. ഇത് വർക്ക് തീർത്ത് കഴിഞ്ഞിട്ട് ഓല് അവിടുത്തെ കട പറഞ്ഞു കൊടുക്കാണ്. ഇത് തീർത്തിട്ട് വേണ്ടേ നമുക്കും ഒന്ന് ഫ്രീ ആയി നടക്കാനേ. ഇത് ഏറ്റതല്ലേ ഷാജിയെ? വേഗം നോക്കിക്കൂടട്ടോ. അയാൾ ഇന്നോടാൻ ചൂടാണ്. ഇയാൾ വെറുതെ സമയം കളിക്കുന്ന സമയം കളയല്ലേ? ഇന്നോട് കയ്യിൽ പണിയൊക്കെ ഇറക്കും, അല്ലാതൊക്കെ ഇതാക്കാൻ പറ്റുമോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് പാലാജിന് വെച്ചിട്ടുണ്ടാവും, അതിനെ വാഴത്തെ ചൂടാണ്ടാവുക. അത് നോക്കിക്കൂടെ? അത് അങ്ങനെ തണുത്തോട്ട് അങ്ങനെ നിൽക്കും. ഒരു പാടിക്കൊന്ന് വേറെ എടുത്ത് തീർത്തൂടത്. മാഞ്ഞാളം കളിക്കുക പണിയെടുക്കുമ്പോ. ഞാൻ കുറച്ച് വൈകി, നേരത്തെ വേറെ പൂജയിലായിട്ടല്ല ആ ബ്ലോക്ക്. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? അല്ല ദാസേട്ടാ, നേരത്തെ വന്നതിനും വേണ്ടിയില്ല, സമയത്തിന് വന്നൂടെ? ഇത് നിങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത വർക്കല്ലേ, എനിക്ക് തീർത്തു കൊടുക്കണ്ടേ? എന്താ ചെയ്യാ? ഇവിടെ പണി തന്നെ തീർന്നിട്ടില്ല. നിങ്ങളൊക്കെ ഇവിടെ കൂടിയാൽ തന്നെ ഇതാവുള്ളൂ. ഇനിയിപ്പോ ഒരാൾ കൂടി വരാണ്ട്, ഓരൊക്കെ എപ്പോഴാ ഇനി വരുന്നോ? എങ്ങനെ ഇതൊക്കെ ഞാനൊക്കെ ഇത് ഏറ്റെടുക്കുക? ഞാനൊരു വർക്ക് നിങ്ങൾ കണ്ടൊക്കെ ഏറ്റെടുത്ത എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും കാലങ്ങൾ നല്ല ഉഷാറിൽ ചെയ്തിരുന്നു, അതൊക്കെ നമ്മൾ പറഞ്ഞ ടൈമിൽ കൊടുക്കലും ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാ? നിങ്ങൾ ഒന്ന് ഉഷാറായി. ഞാൻ എന്താ ചെയ്യാ? ആ ബ്ലോക്കല്ലേ, എനിക്ക് നേരത്തെ വേറെ പൂജയിലായിരുന്നല്ല, എനിക്ക് വേറെ പരിപാടിക്ക് ലീവ് ആകണമെന്നുണ്ട്. എന്താ ഞാൻ നിക്കേ പൂ എന്താ വേണ്ടേ? നിങ്ങൾ പോലെ നിക്കി എന്താ നമ്മൾ ചെയ്യാ? ദാസേട്ടാ നിങ്ങള് ശരിയാക്കി കൊടുക്കും. ഞാനേ പോട്ടെ, എനിക്ക് വേറെ മില്ല് പോട്ടെ. ഇനി അഥവാ ഉണ്ണി വന്നാലേ ഒന്ന് പണി എടുപ്പിക്കാൻ പറഞ്ഞിട്ടോ. ഇനി നേരം വൈകാനായിട്ട് ഓൺ എടുപ്പിക്കാക്കണ്ട. എനിക്കിത് എത്രയും പെട്ടെന്ന് തീർക്കണം. അതന്നെ അങ്ങനെ ഉണ്ടോ? അത് കുഴപ്പമില്ല. ഞാനേ ഓ വന്നാലും എന്തായാലും ലീവ് ആക്കണ്ട പറഞ്ഞാലേ എടുക്കാൻ പറയും. എനിക്കിത് തീർക്കണം. ഇനിയിപ്പോ ആ മില്ല് പോയ കേട്ടോ, അവിടെ മരം കുറച്ച് എടുക്കാണ്ട് കേട്ടോ. ദാസേട്ടാ ഉഷാറായാലോ നമുക്ക് ഒരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ, മനുഷ്യന്റെ കാര്യമല്ലേ. ഞാൻ ഇനിയിപ്പോ എന്തെടുക്കണ്ടേ? ഒരു കാര്യം ചെയ്തോളി, ആ ചട്ടം തുളച്ചോടി. അത് എടുത്തിട്ട് ആവണില്ല, കുറച്ച് മുതൽ തുളച്ചോടി പ്രേമാക്കിക്കാലോ. അത് പറഞ്ഞിട്ടും കാര്യണ്ടേ. ആളവിടെ ഷൗട്ട് ചെയ്യുണ്ടാവും. അത് നമ്മുടെ 10 മണിക്കാരൻ. ഞാൻ എനിക്ക് കയ്യിലെ പണി എടുക്കും, ഞാൻ മെഷീനൊന്നല്ല. ചേട്ടാ നിങ്ങൾ പോയി ഇട്ടോളി, പണിട്ടോളി, ഇത് വേഗം ആകുള്ളൂ. സുബ്രഹ്മണ്യേട്ടാ, ഞാൻ ഇപ്പൊ എടുക്കണം, ഒരു മൂടില്ല. അമ്മയ്ക്കാണ് സുഖമില്ല, ആകെ ചോറേന്, പൈസേന്റെ ബുദ്ധിമുട്ട്. അതും ഞാൻ പോയാലോ? ആ ഉണ്ണിയെ ഇനി പോയാ നമുക്ക് എടുക്കേ, പണി എടുക്കേ. എങ്ങനെയും വൈകുന്നേരം ആക്കുക. എന്തിനാ വെറുതെ ലീവ് ആക്കണേ? ഉണ്ണിയെ ഈ പോയാലുണ്ട്, ഇങ്ങോട്ട് വാ. ഇത് വൈക്കുമ്പോൾ എടുത്തോ. എളുപ്പം ഷൗട്ട് ചെയ്ത് പോയിട്ടോളൂ. എന്നിട്ട് നമുക്ക് തീർത്ത് കൊടുക്കുക. ഒരിടത്തല്ല ആവൂല. അത് ഇവിടെ എന്നാലും കുഴപ്പമില്ല. സാധനം അപ്പൊ അങ്ങനെല്ലാം ചെയ്യുന്നത്. പണിട്ടിട്ടല്ല നമ്മൾ നേരം നമ്മൾ പോകണ്ടേ. ഇത് നിൽക്കേ പോലെ ഇത് ശരിയായി കൊടുക്കും പെട്ടെന്ന്. സുബ്രഹ്മണ്യേട്ടാ, തീരെ വജ്ജ. ഒന്നാമത് അമ്മേന്റെ കാര്യം ആലോചിച്ചിട്ട് പൈസയില്ല, ഒന്നുമില്ല, ഒരു മൂടില്ല. അവിടെ പോയി അടിച്ചാലോ? അവിടെ വൈകുന്നേരം പണിയെടുത്തിട്ട് എന്തോ അലക്കേണ്ടതാ. ആരോടെയും പോയാണ്ട് എന്തെണ്ണം തിരുമറി ചെയ്താലോ? നിങ്ങൾ എടുത്തോളി, ഞാൻ പിന്നെ നോക്കാം. ഇത് ആയിട്ട് പണിയെടുത്തോ, ആള് പറഞ്ഞ നോക്കണ്ട. നിങ്ങൾ കുറെ അറിയാം, പണിയെടുത്തോടി. നിങ്ങൾ ഡ്രാമാറ്റി കൂടി മുടിച്ച് നിന്നാൽ മതിയോ? ഞാൻ പറയില്ല, നിങ്ങൾ നോക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? പണിയെടുത്തോളി ഇരിക്കും കേട്ടോ. ഇത് പണിയെടുക്കേ, നമുക്ക് തീർത്ത് കൊടുക്കാം. സുബ്രഹ്മണ്യേട്ടാ, ഇങ്ങനെ എടുത്താൽ മതി സുബ്രഹ്മണ്യേട്ടാ. എന്തിനാ നമ്മൾ ഇങ്ങനെ പോത്തേനോ ഇറങ്ങി പോയിട്ട് കാര്യം? നമുക്ക് തുച്ഛമായ കൂലിയാലേ കിട്ടണുള്ളൂ. ഉള്ള ലാഭമൊക്കെ ആൾ കൊണ്ടുപോലെ. ഇതിപ്പോ നമ്മളിങ്ങനെ എടുത്താൽ മതി. കുറച്ചൊക്കെ നേരം റഷ്യൊക്കെ എടുത്ത് പണിയെടുത്താൽ മതി. സുബ്രഹ്മണ്യേട്ടാ, ഞങ്ങളൊക്കെ വരച്ചേക്ക്. എനിക്കൊരു തീരെ മൂടില്ല. ഞാൻ പോയാണ്ട് വരാം. എന്റെ പൈസ കിട്ടുമൊക്കെ. എനിക്ക് ആകെ ടെൻഷൻ അടിച്ച് 2 എണ്ണം അടിച്ചേറെ കിടക്കണം. സമയമുണ്ട് വരാം. പിന്നെ സമയമല്ലല്ലോ പണിയെടുക്കണത്. നിങ്ങൾ വരച്ചോളി, നമ്മൾ വൈകുന്നേരം വന്നിട്ടൊക്കെ നമ്മളിങ്ങനെ എടുത്തോളാം കേട്ടോ. അതൊക്കെ അത് വരയ്ക്ക്. എന്നാ ശരി എന്നാ കേട്ടോ. നിങ്ങൾ വല്ലാതെ ഉടായ്പ കാണിക്കണ്ട. പുള്ളിക്കാരൻ വീണ്ടും തിരിച്ചു വരും കേട്ടെ. അപ്പൊ എടുത്ത പണി കാണണം. നിങ്ങൾ വാങ്ങണ കൂലിന്റെ പണി കിട്ടണം. ചായ കഴിഞ്ഞ് പിന്നാക്കാം. അത് പണിയെടുത്തോളി. നമ്മൾ ചാടിക്കാൻ പോവല്ലേ? ചായ എത്ര ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. കൊച്ചും കഴിഞ്ഞോട്ടെ. ചായക്ക് പോകാനായോ? തീനും കൂടി മാത്രമേ ഉള്ളൂ, പണിയില്ല. അങ്ങനെ ആയാലും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോവേ, നേരമില്ലല്ലോ. പണിക്കാൻ നേരം ആ കുട്ടിയെ കുറിച്ച് അങ്ങനെ കാണാൻ പറയാ. ആ കുട്ടി കേൾക്കൂലത്. എന്റെ മോളെ കാര്യം എന്ത് വിശേഷം എന്തെങ്കിലും ഉണ്ടോ? എന്താ ഇങ്ങനെ ക്ഷീണിച്ചു വന്നെ ഓടി കഴിച്ചിട്ട്? എന്താണേ അതേ നോക്കി ചങ്ങായി വരുന്നുണ്ട് ഇപ്പൊ. ഞാൻ പോകുമ്പോ തുടങ്ങിയ വരാനുള്ളത് തീർന്നിട്ട് നിങ്ങൾ ആ പണി എടുത്തോളെ കേട്ടോ. ഇത് ഞാൻ വെച്ചോളാം. എന്താ പറ്റിയ പ്രശ്നം? അമ്മക്ക് തീരെ സുഖമില്ല. അപ്പൊ ഞാൻ ഏട്ടനെ നോക്കി വന്നതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ പറ്റിയ നമുക്ക്?
എന്താ പ്രശ്നം? ആശുപത്രി കൊണ്ടുപോണോ? എനിക്കറിയില്ല. അടുത്ത വീട്ടിലെ ചേച്ചിമാരെ ഏട്ടനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞയച്ചതാ. ഏട്ടന്റെ ഫോണിക്ക് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. എന്താടി ഞങ്ങൾക്ക് ഇവിടെ കാര്യം? വീട്ടിലൊന്നും പണിയൊന്നുമില്ലേ? ഈ അർജന്റ് പണി തീർക്കുന്ന സമയത്ത് ഈ വെള്ളടിച്ച് അടക്ക ഉണ്ണിയെ അന്റെ അനിയത്തെ തെരഞ്ഞു നോക്കണോ? അന്റെ അമ്മക്ക് സുഖമില്ല പറഞ്ഞിട്ട് അന്റെ അടുത്ത് വല്ല പൈസ ഉണ്ടോ കഴിക്കാൻ? ഉള്ള പൈസക്കൊക്കെ വെള്ളടിച്ച് കഴിച്ചിട്ടുണ്ടാവും. അന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിന്റെ തന്നെ പൈസ ഇല്ല. അതിപ്പോ ആരോടെങ്കിലൊക്കെ തിരുമറ ചെയ്യാ. അതിന് പോയപ്പോ പൈസയും കിട്ടിയില്ല. പിന്നെ 2 അടിച്ചു. എന്തിനാ അമ്മ കെറ്റി? അമ്മക്ക് തീരെ സുഖമില്ല. ഞങ്ങൾക്ക് വല്ലതും അറിയോ? ഞങ്ങള് കള്ളം കുടിച്ചങ്ങനെ നടന്നോളി. ഞാനേ പൈസ ആരൊന്ന് കിട്ടുമോ നോക്കട്ടെ. ഇവിടെ നിന്നപ്പോ പൈസ കിട്ടൂല. ഞാനേ പോയിട്ട് കുറച്ച് പൈസ തിരിച്ചാണ്ട് വരാം. അല്ല കാര്യം നടക്കില്ല. ഇജ്ജ് ഈ കോലത്ത് പോയാലേ ആർക്ക് ആരും പൈസ തരൂല കേട്ടോ. ഇനി പോയി പൈസ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ 2 അടിച്ചാണ് ഈ ബീച്ചടക്കാൻ അജാത കോലത്തിലാവും. ഈ ഒരു കാര്യം ചെയ്യേ, കുളിച്ചു മാറ്റിയിട്ടേ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക്. അനാമികേ, ഈ ഒരു കാര്യം ചെയ്യേ, ഇത് വെച്ചോ. ഇന്നത്തെ കാലാണ്. പൈസ ഇല്ല ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല. ഈ പോയിക്കോ, അമ്മനേരും പോയിക്കോട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നേരത്തെ കാണിച്ചു. ഇവിടെയോ നിങ്ങളൊക്കെ ഈ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ നടക്കണത്. എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓരി തരാന്നുള്ള എന്റെ ഉദ്ദേശം. അല്ലാതെ എനിക്ക് മുഴുവൻ പെരയെ കൊണ്ടുപോയി വെക്കാന്നല്ല. നിങ്ങൾ പണിയെടുത്തോളാം. നമ്മൾ എന്ത് ചെയ്യാം, ഓരോ സംഗതി സൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒക്കെ റെഡിയാക്കി തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്താല് എനിക്ക് കിട്ടുന്ന ഓരി നിങ്ങൾക്ക് ഞാൻ തരും. ഇപ്പൊ ഉണ്ണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഒരു ആവശ്യം വന്നപ്പോ നമ്മൾ എടുത്തു കൊടുക്കണം. അതാണ് എന്റെ കടമ കേട്ടോ. അതാ ഞാൻ ചെയ്യണത്. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കിക്കോളുക. പണിയെടുത്തോളേ. എനിക്ക് അടുത്ത ആഴ്ച കൊടുക്കണം അത് കേട്ടോ. അതൊക്കെ പാടാ റെഡിയാക്കൂലേ? ചേട്ടാ നിങ്ങൾ പോയി പണിത്തോളി. ഇത് വേഗം കൊടുക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. മൂപ്പര മനസ്സിൽ കണ്ടില്ലേ? തങ്ക മനസ്സാണ്. അപ്പൊ നമ്മളെന്താവും മനസ്സിലെ പണി എടുത്തു കൊടുക്കണം. നമുക്ക് കൂടി കാര്യമാണ്. അപ്പൊ നമ്മൾ കണ്ടില്ല അത് കൊടുത്തത്, അതുപോലെ നമുക്ക് കിട്ടും കൊടുക്കുന്ന സമയത്ത്. അത് നോക്കിക്കൂടി. ആത്മാർത്ഥ ഇത് പണിട്ടോടി. കള്ളത്തരം കാട്ടണ്ട.